ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഫിഫ ഫാൻ ഫെസ്റ്റിവലാണ് നമ്മളുള്ളത്. നമുക്ക് ഇന്ന് വളണ്ടിയറിന് സ്പെഷ്യലായിട്ട് കിട്ടിയ ഒരു ഇൻവിറ്റേഷനാണ്. നമ്മളെ കൂടുതൽ ഷെയ്മുണ്ട്, അതുപോലെ തന്നെ ഷെയ്മിൻ്റെ ഭാര്യ പേരെന്ന് പറഞ്ഞു നമ്മൾ നാട്ടുകാരിയാണ് കേട്ടോ പറഞ്ഞപ്പോൾ ലാസ്റ്റ്. അതെ 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 നമ്മൾ അടുത്താണ് വരുന്നത്. ചിലപ്പോൾ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഏകദേശം നീണ്ട ഒരു 1 മന്തോളം നമ്മളിപ്പോൾ വളണ്ടിയേഴ്സ് വർക്ക് ചെയ്ത് N74 അതുപോലെ തന്നെ തുമാമ സ്റ്റേഡിയത്തിലാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരു മാസത്തോളം നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ലൂസേഴ്സ് ഫൈനൽ അതുപോലെ തന്നെ ഫൈനലിൽ മാത്രമേ ബാലൻസ് ഉള്ളൂ. ഫൈനലിൽ ഇവൻ്റെ ടീമായിട്ടുള്ള അർജൻറ്റീനയും നിങ്ങൾ ഒരുമിച്ച് അർജൻറ്റീന അല്ലേ. അപ്പോൾ ഒരു അർജൻറ്റീന വേസ് ഫ്രാൻസാണ്. ഫ്രാൻസ് കയറിയത് കൂടി അർജൻറ്റീന ചെറുതായിട്ടൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. എന്തായിരിക്കും എന്നുള്ള അറിയില്ല അല്ലേ. പേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു പേടിയില്ലെന്ന് പറഞ്ഞത് പഴയ ഒരു കണക്ക് തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണത് വല്ല ഓലപ്പമ്പൊക്കെ വിട്ടിട്ടാണ്. പക്ഷെ കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് വളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ. സെലക്ട് ആയിട്ടുള്ള ഏകദേശം 20,000 അല്ലേ വളണ്ടിയേഴ്സ് ഉണ്ട് അല്ലേ. ആ 20,000 വളണ്ടിയേഴ്സ് കറക്റ്റായിട്ട് എല്ലാവരും വരാൻ പറ്റുമെന്നറിയില്ല. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ ഉള്ള ഒരു സമയം ആയതുകൊണ്ട് ചിലപ്പം കുറേ ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എല്ലാവരും കാണാൻ പറ്റും. പല പല രാജ്യക്കാരുണ്ട് അല്ലേ. ഇതിൽ പറയാനുള്ളത് പല പല രാജ്യക്കാർ അവരായിട്ട് ഓരോരോ ആൾക്കാരായിട്ട് നമ്മളിങ്ങനെ അടുത്ത് വരുമ്പോൾ ഭയങ്കര സംഭവമാണ്. അതിങ്ങനെ അനുഭവിച്ചാൽ ഇത് പറയുള്ളൂ. എന്താ പറയാനുള്ളത് വളണ്ടിയേഴ്സിൽ അർജന്റീന ഒരു വാമോസ് മാത്രമേ ഉള്ളൂ. വർക്ക് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫിഫ മൊത്തത്തിൽ നമ്മൾ സ്റ്റേഡിയം ലെവല്, പ്ലേയേഴ്സ് ലെവല്, സ്പെക്ടാറ്റേഴ്സ് ലെവലിലൊക്കെ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അത് 1 ഇയർ മുന്നെയാണ് നമ്മുടെ അപ്ലിക്കേഷനും ഇതൊക്കെ തുടങ്ങിയത്. അത് ഖത്തറിലുള്ള ഒരുവിധം മലയാളി റെസിഡൻസ് ഈ ഏജിലുള്ളവർക്കൊക്കെ കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നമ്മളൊരു 4-5 മാച്ചോളം കണ്ടു. 4-5 അല്ല 7 മാച്ചോളം ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്നു. ഒരാൾക്കുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7-8 ഷിഫ്റ്റോളം കൊടുക്കുന്നുണ്ട്. നമുക്ക് അഡീഷണൽ ഷിഫ്റ്റ് തുമാമലത്തും കൂടി കിട്ടിയോട് കൂടി നമ്മൾ 12 ഷിഫ്റ്റോളം നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് കളി കണ്ട് നമ്മൾ അതെ 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 ഞങ്ങൾ നമുക്കൊക്കെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ലക്ഷ്യം കളിയാണെന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതായിരുന്നു അതല്ലേ പ്ലെയർ എസ്കോട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ പ്ലെയർ എസ്കോട്ട് കിഡ്സ്, ഫ്ലാഗ് ബെയറിംഗ് കിഡ്സ്, അതായത് ഓപ്പണിംഗ് ഇവന്റ് തുടങ്ങുന്ന സെറിമണി പ്രാക്ടീസ് ചെയ്യലാണ് നമ്മളൊക്കെ പണി. അപ്പോൾ ആ ലെവലിലൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാർട്ട് ഓഫ് ദ വോളണ്ടിയറിംഗ് നേരിട്ട് കണ്ടത് കറക്റ്റായിട്ട് നേരിട്ട് അങ്ങനല്ല, ടൈമിൽ നമുക്ക് ആർക്കും ആക്സസ് ഇല്ല. ആ സമയത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. റിഹേഴ്സലൊക്കെ നമ്മളിങ്ങനെ പ്ലെയറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരുപാട് എൻജോയ് ചെയ്ത്. ഷെയ്മിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വ്ളോഗിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങളെ വർക്ക്. ഇനിയിപ്പോൾ കൂടുതൽ പറയണ്ട. ഞങ്ങൾ വന്നിട്ടുള്ള അൽബിദയിലെ ഫാൻ ഫെസ്റ്റിവലാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യും. നമ്മൾ ഓരോ ചെക്കിനെല്ലാം കഴിഞ്ഞ് സെൽഫ് ചെക്കിംഗ് ആയിരുന്നു, എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പാസ്സാണ് കിട്ടുന്നത്. ഈ പാസ്സിൽ കാണിക്കുന്നത് 3 ഡ്രിങ്ക്സും അതുപോലെ തന്നെ 2 ഫുഡുമാണ്. എന്താണെന്നുള്ള അകത്ത് പോയി നോക്കട്ടെ ഏതൊക്കെ രീതിയിലാണ്. ഇവിടെ അകത്ത് ലിക്കറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കത് ഹറാമാണ്. അപ്പോൾ നെക്സ്റ്റ് അകത്ത് കാഴ്ച കാണാം. ജസ്റ്റ് ഫോളോ മീ. അർജന്റീന ഫാൻ ഫെസ്റ്റിവലിൽ എൻ്റർ ചെയ്താൽ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഫിഫ സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഫിഫ സ്റ്റോറിലേക്കാണ്. ഇന്നത്തെ ദിവസം വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് 10% ഡിസ്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് അകത്ത് കയറി ഫുള്ളായിട്ടൊന്ന് കാണാം. ഫിഫ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ് അകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ളി കാണാൻ പറ്റുന്നത്. ഫിഫ സ്റ്റോറായ കാരണത്താൽ അടിപൊളി വെറൈറ്റി സംഭവങ്ങൾ തന്നെ ഓരോരോ പ്രൊഡക്റ്റും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോ രാജ്യങ്ങളുടെ ജേഴ്സി അതുപോലെ തന്നെ ടോട്ടലി ഒരു കിറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മുതൽ പ്രീ ക്വാർട്ടർ വരെ അല്ലേ, ക്വാർട്ടർ വരെ നടന്ന ഈ ഒരു ബോളായിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. അതിന് ശേഷം സെമി ഫൈനൽ, അതെ അതെല്ലാവർക്കും അറിയാം. അതിനുശേഷം സെമി ഫൈനൽ മുതൽ ഫൈനൽ വരെ നടക്കുന്ന ബോളാണ് ഈ കാണുന്നത്. ഇതൊരു ഗോൾഡ് ടച്ച് ചെയ്തിട്ടില്ലേ, അൽഹിലില്ലേ, ഹിൽം കുറച്ച് അറബി ആയതുകൊണ്ട് കുറച്ച് അൽഹിമോ അൽ റെഹലയാണ്. അപ്പോൾ 2 ബോൾ നമുക്ക് കാണാൻ പറ്റി. ഇതിനൊക്കെ ഫിഫ വളണ്ടിയർക്ക് 25% ഡിസ്കൗണ്ട് നമുക്ക് ഫിഫ സ്റ്റോറിൽ നിന്ന് കിട്ടാം. വളരെ ഹാപ്പിയില്ലേ 2 ബോളും കണ്ടത്. നമുക്ക് ഇത് അൽ റെഹല കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ അൽഹിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാൻ പറ്റി. വളരെ സന്തോഷം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ടീം? സെറ്റല്ലേ? ഫിഫ സ്റ്റോറിലാണ് നമ്മൾ ആദ്യം കയറിയിട്ടുള്ളത് അല്ലേ. മൊബൈൽ പൗച്ച് മുതൽ കീ ചെയിൻ എല്ലാ സംഭവങ്ങളുണ്ട്.
അടിപൊളി കാഴ്ചകൾ, മേലെ ഇങ്ങനെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട്. എങ്ങനെയുണ്ട് ഫിഫ സ്റ്റോറി? അടിപൊളിയാണ്. പിന്നെ ഓർമ്മക്കായിട്ട് കുറേ സാധനങ്ങളോട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. സൊവനിയേഴ്സ്, പിന്നെന്താ ഒരുവിധമുള്ള സാധനമുണ്ട്. പക്ഷേ ഇതിവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഒരു ഒഫീഷ്യൽ ഫിഫ ഫാൻസി സ്റ്റോർ ആദ്യമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അല്ലല്ല, അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫിഫ ഒഫീഷ്യൽ ഫാൻസി സ്റ്റോർ ഉണ്ട്. അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഖത്തർ 2020 ഫിഫ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മേടിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ അവൈലബിൾ ആയിട്ട്. ലക്ഷം മണി കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്രൗഡായി. സെറ്റല്ല പോലെ അടുത്ത് കുടിക്കാൻ പോലെ വെള്ളം കുടിക്കാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 2 സൈഡിലും ഫുള്ളി കൗണ്ടറാണ്. അകത്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്ത് അകത്ത് നിന്ന് പുറത്തേക്ക് പോവാം. ഫുൾ സെറ്റിംഗ്. നേരെ സൈഡിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഫുഡിനുള്ളൊരു സെക്ഷൻ തന്നെ കാണുന്നുണ്ട്. കോസ്റ്റ കോഫി, അതുപോലെ തന്നെ ഓരോരോ മിഡിൽ ഈസ്റ്റ്, ഏഷ്യ അങ്ങനെ വരുന്നുണ്ട്, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക അങ്ങനെയൊക്കെ വരുന്ന ഓരോരോ ടൈപ്സ് ഫുഡാണ് ഓരോ സെക്ഷനാക്കിയിട്ട് കൊടുത്തുള്ളത്. നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഏഷ്യൻ്റെ ഇതിൽ പോയി നോക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ വിത്ത് റൈസ് അല്ലേ? ബട്ടർ ചിക്കൻ, അതുപോലെ തന്നെ മട്ടൻ അല്ലേ? മട്ടൻ വിത്ത് റൈസ്, മട്ടൻ റോഗൻ ജോഷ്. നോക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ സാധനം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി വരുന്നത്. യെസ്, താങ്ക് യു ബ്രോ. നമ്മൾ ചെയ്യുന്നതാ എങ്ങനെ ഈ ബട്ടർ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷെയ്മിൻ്റെ അവിടേക്ക് പോയിക്കണ്ട, യൂറോപ്പിലേക്കാണ് പോയിക്കണത്. നമ്മൾ ഏഷ്യയിൽ നിന്ന് വാങ്ങിച്ചത്. സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക കേട്ടോ. സെറ്റല്ലേ? സെറ്റല്ലെങ്കിലും സെറ്റാന്ന് എനിക്ക് പറയുള്ളൂ. എങ്ങനെ ടേസ്റ്റ് അല്ലേ? അടിപൊളി. Mexico, right? Yeah. ഫാൻ ഫെസ്റ്റിവലില് ഫിഫ വോളണ്ടിയർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തകർത്താടാണ്. ഒരു രക്ഷയില്ല. പക്ഷേ നമ്മൾ ഓരോരോ ലൊക്കേഷനിൽ പോകുന്നുണ്ട്. ഫുള്ളി റഷായി പോയിട്ട് ഓരോരോ ലൊക്കേഷനിൽ എത്തി വരുമ്പോൾ ചിലപ്പോൾ ടൈം എടുക്കും. നമുക്ക് കിട്ടുന്ന വെറും 4 മണിക്കൂർ മാത്രമാണ്. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ദിവസം കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസം നെക്സ്റ്റ് മാച്ചിടെ കാണാൻ പറ്റും. ഫോളോ ചെയ്യുക. അപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ ഫിഫ പ്രസിഡന്റ് ഇൻഫന്റീനോ പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാംസ്, DJ പ്രോഗ്രാംസ് ഒക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ DJ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്ന കാരണത്തിൽ നമ്മൾ മാക്സിമം ഈ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും അതുപോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇൻഫന്റീനോ സ്റ്റേജിലുണ്ട്. So let me know where are the Indians? Hey! Where are the Lebanese? Where are the Egyptians? Where are the Algerians? Argentina, Pakistan. Every single one of you out here, I thank you. Every single one of you out here has made history.
It's for you. شكرا لك. شكرا لك وشكرا لكل واحد معاك وشكرا لكل شخص موجود. Gracias por todos. Toda la gente que están aquí, que dedican su tiempo. كل شخص أعطى وقته. Pour tout le monde que c'est ici. Thank you all very, very, very much. شكرا تشكر لك. Thank you. شكرا. Put your hands up. Put your flags up. Show the love up. You want to come? Listen, I know some of you have still more shifts to do, but I want you to go to the shift today sounding like this. Hello, welcome to. Thank you. Yes, what is your question? هو بصوت كده يبقى حب حد هنا. Clap your hands, y'all. Clap your hands, y'all. Yeah. Now turn up our music. സെറ്റല്ല ഇത് അർജന്റീന അർജന്റീന ബട്ടർഫ്ലൈ ഏഷ്യ Everybody bounce, everybody bounce, everybody bounce, everybody bounce, everybody bounce, everybody bounce, everybody bounce. No, let me see you drop, 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 drop. Hold on, my baby. I got ya. Give it up one time. Now you. The public. Thank you, volunteers. Thank you so much. I'll see you in a minute. ഒരു രക്ഷയില്ലാത്ത പരിപാടി ഡി ജെ പ്രോഗ്രാംസ് ആണെങ്കിൽ എല്ലാം കൊണ്ട് അടിപൊളി. വോളണ്ടിയേഴ്സ് ടോട്ടലി എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. ഒന്നും പറയില്ല, വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ.